അദ്യന പിതരസ്തൃപ്താഹ, ഇന്നെൻ്റെ പിതൃക്കൾ സന്തോഷിക്കുന്നുണ്ടാവും. അദ്യന പാവിതം കുലം, ഇന്നെൻ്റെ അസുരകുലം പവിത്രമായി. അങ്ങേ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബ്രഹ്മർഷികളുടെ തേജസ് മുഴുവൻ ഉരുണ്ടുകൂടി രൂപം ധരിച്ചു വരികയാണോ. എന്തൊരു ചൈതന്യം അങ്ങേക്ക്. അദ്യസ്വിഷ്ടക്രതുരയം യദ്ഭവാൻ ആഗതോ ഗൃഹാത്, അങ്ങെൻ്റെ ഈ ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയില്ലേ, ഇന്നെൻ്റെ യാഗം പൂർണ്ണമായി. എന്നാൽ ആ യാഗം നടത്തുന്ന ആൾ പറയണത് ആയിട്ടില്ല നോക്കിയാണ്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല, പൂർണ്ണമായി. ഭഗവാൻ വന്നാൽ പിന്നെ ഇനി എന്താൾ ബാക്കിയുണ്ടോ? ആരായി ഭഗവാൻ? യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുഗ് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നമന്നാദ ഏവച. ആ യജ്ഞസ്വരൂപനം അങ്ങോട്ട് എഴുന്നള്ളിച്ച് ഇനി എന്ത് വേണം? ഇത്രയും വർത്തമാനം കേട്ടാൽ നമുക്കറിയാം ബലി ആരാ? മിടുക്കൻ അല്ലേ? കേവനാണ് ബലിയിട്ടു. ബലിക്കൊരു കുറവും പറയാനില്ലേ നമുക്ക് തോന്നും. ഈ സ്വഭാവമൊക്കെ ബലിയുടെ മുത്തശ്ശൻ്റെയാണ്. ആരാ ബലിയുടെ മുത്തശ്ശൻ? പ്രഹ്ലാദൻ്റെ സ്വഭാവമാണ് ഈ വിനയം. കുട്ടിക്ക് മുത്തശ്ശൻ്റെ സ്വഭാവം മാത്രമാവില്ല, മുത്തശ്ശൻ്റെ അച്ഛൻ്റെ സ്വഭാവം ലേശം കിട്ടിയെന്നൊക്കെ വരും. കുറച്ച് മുത്തശ്ശൻ്റെ അച്ഛൻ ഹിരണ്യകശിപുവിൻ്റെ സ്വഭാവവും ഈ ബലിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് അടുത്ത ശ്ലോകം. അതുകൊണ്ട് ബ്രാഹ്മണ ഒന്ന് തല നിവർത്തി. യത് യത് വടോവാഞ്ചസി, തൻ്റെ ആ പദമൊക്കെ ഒന്ന് മാറ്റി, ശബ്ദം ഒന്ന് മാറി, കുറച്ച് ഗൗരവത്തിലാണ്, കുറച്ച് ഉറക്കെ എല്ലാവരും കേൾക്കെ. എന്ത് അങ്ങേക്ക് വേണോ മടിക്കാണ്ട ചോദിക്കാം, എന്തും തരാനുള്ള ശേഷി ഈ ബലി ചക്രവർത്തിക്കുണ്ട്. ആരോടാ പറയണത്? എല്ലാം ഭഗവാൻ്റെയാണ്. ആ ഭഗവാനോട് ചോദിക്കുകയാണ് എന്ത് വേണം എന്നുള്ളത് പറയൂ, എന്ത് വേണമെങ്കിലും തരാം. ആരുടെയാണ് അതൊക്കെ? ഇയാൾ എടുത്തു കൊടുക്കണതൊക്കെ ആരുടെയാണ്? ഭഗവാൻ്റെയാണ്. എങ്ങനെയുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു അബദ്ധം നമ്മൾ കാണിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മളും പറയാറില്ലേ, എന്താ വെച്ചാൽ കളക്ടർ വടിയാ, ഞാനൊന്ന് വിളിച്ചാൽ ആയിരിക്കാം, അല്ല പറയണില്ല, എന്തു വേണമെങ്കിലും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന്. അതിൻ്റെ ആവശ്യമില്ല. ഇനി പറഞ്ഞോളൂ, കൂടെ എന്ത് പറയണം? ബ്രാക്കറ്റിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കളക്ടർ ഇപ്പം, അങ്ങനെ പറയാം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ചേർത്തോളൂ. ബലി അത് ചേർത്തിട്ടില്ല എന്നതാണ് ബലി ചെയ്ത കുറ്റം. ചില ചോദിക്കും എന്താ ബലി ചെയ്ത കുറ്റം? തന്നെ കുറ്റം. ഇതൊക്കെ ഭഗവാന്റെയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞില്ല, അത് അറിയിച്ചു കൊടുത്തു ഭഗവാൻ. ഇതിപ്പോൾ ഈ കഥയുടെ താല്പര്യമുള്ളൂ. ഭഗവാൻ അറിയിച്ചു കൊടുത്തു ഇതൊക്കെ ആരുടെയാണ്? തൻ്റെ ഒന്നുമല്ല, താനും എൻ്റെ സ്വത്താടോ എന്ന് കാണിച്ചു കൊടുത്തു. അതാണ് കഥയുടെ താല്പര്യം. അതുകൊണ്ട് ബ്രാഹ്മണ അങ്ങയ്ക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഗാം, പശുക്കളെ വേണോ? കാഞ്ചനം, സ്വർണം വേണോ? അതല്ല, അങ്ങയ്ക്ക് ഗ്രാമങ്ങൾ വേണോ? തുരകങ്ങൾ വേണോ? ആനകൾ വേണോ? ആർക്ക്? ബ്രഹ്മചാരിക്കൊന്നും വേണ്ട എന്നുള്ളത് അറിയില്ലേ ബലിക്ക്? എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞതിനാ തൻ്റെ പത്രാസ് കാണിച്ചു. ഈ ഒരു പൊങ്ങച്ചം പറച്ചിൽ നമുക്ക് പറ്റും, കുഴപ്പമില്ല, നമ്മൾ പിന്നെ നിസ്സാരക്കാരല്ലേ. പ്രഹ്ലാദൻ്റെ പേരെക്കുട്ടി ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ചാൽ അത് ഭഗവാന് സഹിക്കില്ല. അതുകൊണ്ട് പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിക്ക് ഈ അഹങ്കാരം പാടില്ല എന്നുറപ്പിച്ച ഭഗവാൻ ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് ഇഞ്ചക്ഷൻ വെച്ച് പഴുപ്പിച്ചു. ആദ്യം ഒന്ന് പുകഴ്ത്തി. ബലേ, അങ്ങയുടെ വർത്തമാനം ഒരു രക്ഷയിൽ കേട്ടോ. വചസ്തവൈതജ്ജനദേവസൂനൃതം കുലോചിതം ധർമ്മയുതം യശസ്കരം. അങ്ങയുടെ വർത്തമാനം, അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങയുടെ അച്ഛനാരാ? വിരോചനൻ, വലിയ ദാനശീലൻ. അങ്ങയുടെ മുത്തശ്ശനാരാ? അങ്ങയുടെ മുത്തശ്ശൻ പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ്റെ പേരെക്കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം. പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപു, കെങ്കേമൻ, അയാളെ പേടിച്ച് വിഷ്ണു ഭഗവാൻ സ്ഥലം വിട്ടുപോയി എന്നൊക്കെ ഞാൻ പണ്ട് പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. ആ വിഷ്ണു ഭഗവാനാണ് ഇയാൾ. ഒന്നും അറിയാത്തതുപോലെ പറയാണ്. അങ്ങനെയൊക്കെയുള്ള അയാളുടെ ആ വംശത്തിൽപ്പെട്ട അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, എന്തും തരാനുള്ള ശേഷിയൊക്കെ അങ്ങേക്കുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, എനിക്കധികം ആവശ്യമില്ല. എനിക്കെന്തേ വേണ്ടു? തസ്മാത് ത്രീണി പദാന്യേവ എന്നാണ്. പദാനി ത്രീണി ദൈത്യേന്ദ്ര, അല്ലയോ ദൈത്യേന്ദ്ര, പദാനി ത്രീണി, എന്ത് മതി? ഒരു 3 അടി മണ്ണ്, അതും സംഹിതാനി പദമമ, ഞാൻ അളന്നോളാം എൻ്റെ ഈ കാല് കൊണ്ട്. ക്ലോസ് വെച്ചു. അത് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചെറിയ പ്രശ്നം വരും. ബലി സമർത്ഥനാണെങ്കിൽ ബലി കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും, ഭഗവാൻ ത്രിവിക്രമനാവുമ്പോഴേ ഞാൻ അളക്കട്ടെ പറഞ്ഞ ബലി പറയും, അപ്പം പറഞ്ഞത് 3 അടി മണ്ണ് തരാമെന്നാ, തൻ്റെയോ എൻ്റെയോ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അളന്നൊരു 3 അടി തരാം എന്ന് പറഞ്ഞ് ബലിക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് പാടില്ല കരുതിയിട്ടാണ് സംഹിതാനി പദമമ, ഞാൻ അളക്കും എന്ന് പറഞ്ഞപ്പോഴും ബലി എന്ത് വിചാരിച്ചു? ഈ കുഞ്ഞിക്കാലം കൊണ്ട് 3 അടി, അയ്യയ്യയ്യേ വിഡ്ഢി എന്നാര് കണക്കാക്കി? ആരാ വിഡ്ഢിയായത് നോക്കൂ എന്നാണ്. ഇതുപോലെയാണ് ഭഗവാന്റെ മഹിമ അറിയാതെ നമ്മൾ കാണിക്കുന്ന പലതും. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഞാൻ എൻ്റെ കാലം കൊണ്ട് അളന്നോളാം, 3 അടി മണ്ണ് അത്രയേ ആവശ്യമുള്ളൂ, അത് മതി നിൽക്കുമെന്ന് പറഞ്ഞ സമയത്ത് ബലിക്ക് തന്നെ അവഹേളിച്ച പോലെ തോന്നി. അഹോ ബ്രാഹ്മണദായാത, അല്ലയോ ബ്രാഹ്മണക്കുട്ടി, നീ
ത്വം ബാലഹ, നീ കുട്ടിയാണ്, നിൻ്റെ ബുദ്ധി ചൈൽഡിഷ് ആണ്. നിനക്ക് വിവരമുണ്ടോ? നിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ കരുതി നല്ല വിവരമുണ്ടെന്നാണ്. ഉയരല്ലെങ്കിലും വിവരമുണ്ട് വിചാരിച്ചു. ഉപ്പയ്ക്ക് മനസ്സിലായി നിനക്ക് ഉയരവില്ല വിവരമില്ല. വാചസ്തേ വൃദ്ധസമ്മത, നിൻ്റെ വർത്തമാനമൊക്കെ വിവരമുള്ളവരെ പോലെ പ്രായമുള്ളവരെ പോലെയാണ്. എൻ്റെ അച്ഛനെ അറിയാം, മുത്തച്ഛനെ അറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരികയെന്ന്. പക്ഷെ തനിക്ക് എൻ്റെ കേമത്തൊന്നും നല്ലോണം അറിയില്ല. എന്തും തരാൻ ശേഷിയുള്ള എന്നോട് വന്ന് 3 അടി മണ്ണ് ചോദിക്കുക പറഞ്ഞാൽ അത് തനിക്ക് കുറവില്ലെങ്കിൽ എനിക്ക് കുറവുണ്ട്. മാം വചോഭി സമാരാധ്യ ലോകാനാമേകം ഈശ്വരം, ലോകത്തിന് മുഴുവൻ ഏകനായ ഈശ്വരനായ എന്നെ, അല്ലെങ്കിൽ ലോകത്തിലെ ഈശ്വരനായിട്ട് നീ കണക്കാക്കിയ എന്നോട് 3 അടി മണ്ണ് നീ ചോദിക്കുക പറഞ്ഞാൽ നീ വിവരമുള്ളവനല്ല, അബുദ്ധിമാൻ, നീ ബുദ്ധിയില്ലാത്തവനാ. എനിക്കൊരു സമ്പ്രദായം എന്താ വെച്ചാൽ ചുരുങ്ങിയത് ഞാനൊരു ദ്വീപെങ്കിലും കൊടുക്കും. എന്താണ് ആ കേമത്താണേ, ചുരുങ്ങിയത് ഒരു ദ്വീപെങ്കിലും, അതിൽ കുറഞ്ഞ് ചോദിച്ച് എന്നെ നീ മോശക്കാരനാക്കരുതേ.